അനക്കൊന്നുമില്ല. ഇപ്പൊ എങ്ങനെയാ നമ്മളമ്മ അവസാനം കണ്ട പിന്നെ എന്താ സ്ഥിതിഗതി? ഇപ്പൊ എങ്ങനെ ഇപ്പൊ നടക്കുകയൊക്കെ ചെയ്യാൻ വേദന ചെറുതായിട്ടൊക്കെ വല്ലപ്പോഴും ഒന്നല്ലാതെ നേരത്തെ സ്ഥിരം വേദന കാട് തുറക്കില്ലായിരുന്നു. അതെ. ഇപ്പൊ അങ്ങനൊന്നുമില്ല. ഇപ്പൊ ഞാൻ വന്ന് ഇപ്പൊ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. ഈ ചില സമയത്ത് ഇതുവഴി ഇങ്ങനെ കരണ്ട് അടിക്കുന്ന ഒരു വേദന ചെറുതായി ചില സമയത്തുള്ളൂ. അതുപോലെ ഇവിടെയും പിന്നെ ഈ നമ്മുടെ ഈ മുണ്ടൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ. ഇത് ഉറുമ്പ് അടിക്കുന്ന തോന്നുന്നു? ഒന്നുമില്ല, അങ്ങനത്തെ തോന്നുന്നു. നമുക്കൊരു ഇറിറ്റേഷനോ തോന്നുള്ളൂ. അപ്പൊ ഞാൻ നോക്കും വേദനയാണോ? അതില്ല. എന്നൊക്കെ നോക്കുമ്പോൾ വേദന ഒന്നുമില്ല. അലോപ്പതി മരുന്നൊക്കെ ഇപ്പൊ ഏതാ ഉപയോഗിക്കുന്നത്? അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫസ്റ്റ് വന്നപ്പം ഇടയ്ക്ക് നിർത്തിയെന്ന് പറഞ്ഞു. തന്നെയല്ല നിർത്തി. ഇത് രണ്ടു ഗുളികയും പ്രഷറിന്റെ അത് വേണം. അത് നിർത്തല്ലേ? ഇത് രണ്ടെണ്ണം ഇപ്പം കഴിക്കുന്നത്. പ്രഷറിന്റെ ഇത് ഷുഗറിന്റെ അത് വേണം കേട്ടോ. അതിപ്പോ അങ്ങനെ നിർത്തണ്ട. അതിപ്പോ തീർന്നു. അത് വാങ്ങിക്കാനായിരുന്നു. ശരി. മറ്റേ അന്ന് മറ്റേ ന്യൂറോയെ കണ്ടതെല്ലാം അന്നേ നിർത്തിയായിരുന്നല്ലോ. അത് ഓർക്കുന്നുണ്ട്. ഇവിടെ മരം തുടങ്ങിയപ്പോ തന്നെ കുഴപ്പമില്ല. ഷുഗർ പിന്നെ കഴിഞ്ഞ ആഴ്ച വന്ന് ഇതെല്ലാം ഞാൻ സാറില്ലാഞ്ഞപ്പോ ഞാൻ ഇത് വാങ്ങിച്ചു. ഇവിടെ വാങ്ങിക്കുന്നുണ്ട്. അല്ല, അത് എളുപ്പമാണ് അങ്ങനെ ആണെങ്കിൽ. കാരണം അതിൽ ഒരു ഇത് പിടിക്കാൻ ഇത് നോക്കിക്കോട്ടെ. നമ്മൾ അവസാനം കഴിച്ചുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ അങ്ങനെ ആണെങ്കിൽ ബലാഗുളൂച്ചാദി കഷായമാണ് അല്ല. ബലാഗുളൂച്ചാദി കണ്ടിന്യൂ. ഗുളൂച്ചി സത്ത് അത് ഷുഗർ ഉള്ളതുകൊണ്ടാണ്. ഗുളൂച്ചി സത്തിന് സാരാജി ധാര അങ്ങനെയായി. വെട്ടുമാറൻ ഗുളിയായിരുന്നു നമ്മൾ വേദനയ്ക്ക് 16-3 തുടങ്ങിയതല്ലേ. 1.01 ഇഞ്ചി നീര്. പിന്നെ ഗോക്ഷര ഗുൽഗുലു കണ്ടിന്യൂ 202. ബൃഹത് മഞ്ചിഷ്ടാദി അത് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി ഉദ്ദേശിച്ചാണ് ചെയ്തത്. നമ്മൾ ഓരോന്നിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത് തന്നെ മരയിപ്പില്ലല്ലോ അവസാനം കാണുമ്പോൾ. അല്ല ഇപ്പൊ ശരി കുഴപ്പമെന്ന് പറയാൻ വല്ലതും ഉണ്ടോ? എന്താ പറഞ്ഞാല് ഈ നമ്മൾ ചെരുപ്പം മൂലിട്ട് കാല് തൊടുമ്പോൾ ഇവിടെ എന്തോ മുഴച്ചിരിക്കുന്നതൊന്നും ഒന്നുമില്ല. കാലില് പക്ഷേ സെൻസേഷനൊക്കെ ഉണ്ടോ? കാലില് അറിയാമോ? കാല് തൊട്ടാല് അറിയാം അല്ലേ? അത് നേരത്തെ അറിയാമായിരുന്നല്ലോ. അത് പ്രശ്നമൊന്നുമില്ല. മരയിപ്പ് കുറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് അന്ന് പറഞ്ഞത് 26-3 ആ നിലവാരം ഉണ്ട്. ഇപ്പോഴും മെച്ചപ്പെട്ട് നിൽപ്പുണ്ട്. അതെല്ലാം മാറി. ഇപ്പൊ എന്താ അറിയാം, നമ്മൾ ചെരുപ്പുരുട്ടി ഇങ്ങനെ വീട്ടിലൊക്കെ നിൽക്കുമ്പോ ഇവിടെ ഒരു മുഴ പോലെ ഇതിനകത്തൊന്നുമില്ല. അപ്പൊ ഈ മൊത്തം നമ്മൾ ആദ്യം നമ്മളീ കാണുന്ന 16-2 ഇന്നിപ്പം 17-4 2 മാസമായി. ഇപ്പൊ എത്ര ശതമാനം കുറവുണ്ട് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കും? ഇപ്പൊ 80% കുറവ് അല്ലേ? എന്തായാലും മറ്റേ ഗുളിക തന്നെ മയങ്ങി കിടക്കുന്നതിനൊക്കെ ഭേദമാണ്. ഇപ്പൊ ഒന്നുമില്ല ജോലി. ഗുളിക രാവിലെ കിടന്നാൽ വൈകിട്ട് കുടുംബം വിളിച്ച് പോക്കണം 5:30. നമുക്ക് പിന്നെ ഇങ്ങനെ മയങ്ങിയിരിക്കാന്നല്ല ജോലികളൊന്നും നടക്കത്തില്ല. 2 ചപ്പാത്തി ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അന്നേരം ഉറക്കം തുടങ്ങും. വൈകുന്നേരം വരെ. അതെ. അതിൽ ഏതാണ് ഇതിൽ ഉറക്കം വരുന്നതെന്ന് ഞാൻ അല്ല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ക്ലോപ്പാം എന്ന് പറയുന്നൊന്നുണ്ടായിരുന്നു. ക്ലോപ്പാം, ലോഡോൾ, പ്രൊപ്പലോൾ, പിന്നെ ഇതായി. പിന്നെ അമിട്രിപ്പ് 40, പ്രൊപ്പാൽ 40. കുഴപ്പമില്ല. എന്താണെങ്കിലും ആ നീറ്റലില്ല. പിന്നെ നമുക്ക് ആ ബ്ലഡ് എടുത്ത് പിന്നെയാണ് നിങ്ങൾക്ക് കൂടുതൽ വ്യത്യാസം വന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ഉണ്ട്. ബ്ലഡിലാണ് പടയുന്ന. അതെ. അത് നിൽക്കും. ഇച്ചിരി നാൾ തന്നെ ഹാങ് ഓവർ നിൽക്കുന്ന സാരമില്ല.